മലയാളം ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത് PHPയിലെ ലൂപ്സ് എന്ന് പറയുന്ന കൺസെപ്റ്റാണ്. ഇപ്പോൾ ലൂപ്സ് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ, ഒരു ബ്ലോക്ക് ഓഫ് കോഡ് റിപ്പീറ്റഡ്ലി എക്സിക്യൂട്ട് ചെയ്യാനായിട്ടാണ് നമ്മൾ ലൂപ്പ് എന്ന് പറയുന്ന കാര്യം യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് PHPയിലല്ല, ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണെങ്കിലും ലൂപ്സിൻ്റെ കൺസെപ്റ്റ് അതാണ്. അപ്പോൾ നമുക്ക് ബേസിക്കലി 4 ടൈപ്സ് ഓഫ് ലൂപ്സാണ് PHPയിൽ ഉള്ളത്. അപ്പോൾ അത് ഓരോന്നും എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യത്തെ ലൂപ്പ് എന്ന് പറയുന്നത് വയൽ ലൂപ്പാണ്. അപ്പോൾ വയൽ ലൂപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു കണ്ടീഷൻ ട്രൂ ആയിരിക്കുന്നിടത്തോളം കാലം നമുക്കൊരു ബ്ലോക്ക് ഓഫ് കോഡ് എക്സിക്യൂട്ട് ചെയ്യണം. അങ്ങനെ വരുന്ന സിറ്റുവേഷനിലാണ് നമ്മൾ വയൽ ലൂപ്പ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ സിൻടാക്സ് എങ്ങനെയാണ്, വയൽ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൊടുക്കേണ്ടത് ബ്രാക്കറ്റിനകത്ത് നമ്മുടെ ഒരു ബൂളിയൻ റിട്ടേൺ ചെയ്യുന്ന ഒരു കണ്ടീഷൻ നമ്മൾ ഈഫ് സ്റ്റേറ്റ്മെൻറ്റ്സിലൊക്കെ കൊടുത്ത പോലെ തന്നെ ഒരു കണ്ടീഷൻ കൊടുക്കണം. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഒരു ബ്ലോക്ക്, നമുക്കൊരു കേർലി ബ്രാക്കറ്റ് യൂസ് ചെയ്തുകൊണ്ട് ഒരു ബ്ലോക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ അകത്തുള്ള കോഡായിരിക്കും ആ ഒരു കണ്ടീഷൻ ട്രൂ ആയിരിക്കുന്നിടത്തോളം കാലം എക്സിക്യൂഷൻ ആവുന്നത്. ഇത് നമുക്കൊരു ബേസിക് എക്സാമ്പിൾ വെച്ചിട്ട് നോക്കാവുന്നതാണ്. അപ്പോൾ ഇതിൽ ഞാനിവിടെ എക്സിൻ്റെ വാല്യൂ 0 എന്ന് പറഞ്ഞ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മളിവിടെ ഒരു കണ്ടീഷൻ കൊടുക്കുന്നു, വയൽ എക്സ് ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ കൊടുക്കുന്നു. അപ്പോൾ എക്സ് 10നേക്കാളും ചെറുതായ ഒരു അല്ലെങ്കിൽ ഈക്വൽ ടു ആകുന്നത് വരെ നമ്മൾ എക്സിൻ്റെ വാല്യൂ ഇവിടെ പ്രിൻ്റ് ചെയ്യിക്കുന്നു. ഇവിടെ ഒരു HTML ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്നു. അപ്പോൾ ഇങ്ങനെ കൊടുത്ത് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതൊരു ഇൻഫിനിറ്റ് ലൂപ്പായിരിക്കും അടിക്കുന്നത്. ഇപ്പോൾ പ്രോഗ്രാമിങ്ങിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട, ലൂപ്പിങ്ങിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്. കാരണം ഈ ഒരു ലൂപ്പ് ഒരിക്കലും കണ്ടീഷൻ ഫാൾസ് ആകില്ല. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു കണ്ടീഷനിൽ ഇത് ഇൻഫിനിറ്റായിട്ട് ലൂപ്പ് റണ്ണിങ് ആവും. അപ്പോൾ എപ്പോഴും നമ്മൾ ഒരു ലൂപ്പ് കൊടുക്കുമ്പോൾ ആ ലൂപ്പ് എൻഡ് ചെയ്യണം, അല്ലെങ്കിൽ ആ ഒരു കണ്ടീഷൻ ഫിനിഷ് ആയാൽ മാത്രമേ ലൂപ്പ് അവസാനിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരു എക്സാമ്പിളിൽ നമ്മൾ എക്സിൻ്റെ വാല്യൂ 1 കൂട്ടുന്നു. അപ്പോൾ $x++ എന്ന് പറഞ്ഞാൽ $x = $x+1 എന്ന് കൊടുക്കുന്നതിന് ഈക്വലാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഷോർട്ട് ഹാൻഡ് സിൻടാക്സ് ആണ് $x++ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഇനി ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഇത് റൺ ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ ഔട്ട്പുട്ട് കാണാൻ കഴിയും. 0 മുതൽ 10 വരെ പ്രിൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എക്സിൻ്റെ ഇനീഷ്യൽ വാല്യൂ 0 ആണ്. നമ്മളിവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 കൊടുത്തുകൊണ്ടാണ് 10ാമത്തെ വാല്യൂ വരെ അത് പ്രിൻ്റ് ആയിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ ഈക്വൽ ടു എടുത്ത് കളയുവാണെങ്കിൽ നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. നമുക്കിത് 9 വരെ വാല്യൂ പ്രിൻ്റ് ആവുള്ളൂ. അപ്പോൾ ഇതിങ്ങനെയാണ് ബേസിക്കലി നമ്മളൊരു വയൽ ലൂപ്പ് കൊടുക്കുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ്, വയൽ ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ കണ്ടീഷൻ ഫസ്റ്റ് ചെക്ക് ചെയ്യും. അപ്പോൾ ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രമേ ആ ഒരു ബ്ലോക്കിൻ്റെ അകത്തേക്ക് അത് കയറുള്ളൂ. നമ്മൾ ഈ എക്സിൻ്റെ വാല്യൂ 100 അങ്ങനെയൊക്കെ ആക്കി കൊടുക്കുകയാണെങ്കിൽ നമുക്കിത് വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇവിടെ ഔട്ട്പുട്ടൊന്നും വന്നില്ല, കാരണം ഫസ്റ്റ് ടൈം തന്നെ ചെക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒരു വയൽ കണ്ടീഷൻ ഫാൾസ് ആണ്, ബൂളിയൻ ഫാൾസ് ആണ് വരുന്നത്. 100 ലെസ് ദാൻ 10 എന്ന് പറയുന്നത് ഒരു ബൂളിയൻ ഫാൾസ് കണ്ടീഷനാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ലൂപ്പ് എക്സിക്യൂഷൻ സ്റ്റോപ്പായി. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു വയൽ ലൂപ്പ്. പിന്നെ നെക്സ്റ്റ് ലൂപ്പ് എന്ന് പറയുന്നത് ഡു വയൽ ലൂപ്പാണ്. അപ്പോൾ ഈ ഡു വയൽ ലൂപ്പ് നമുക്ക് വയൽ ലൂപ്പുമായിട്ട് സിമിലറാണ്, പക്ഷേ ഒരു കാര്യത്തിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പോൾ ഡു വയൽ ലൂപ്പിൻ്റെ സിൻടാക്സ് ആദ്യം എന്താണെന്ന് പറയാം. നമ്മൾ ഡു എന്ന് പറയുന്ന ഒരു PHPയിലെ റിസർവ്ഡ് കീവേഡ് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ലൂപ്പിൻ്റെ സിൻടാക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ഒരു കേർലി ബ്രാക്കറ്റ് കൊടുക്കുന്നു. അപ്പോൾ അതിൻ്റെ അകത്തുള്ള കോഡാണ് നമ്മുടെ ലൂപ്പിംഗ് കോഡായിട്ട് റൺ ആവുന്നത്. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ കൊടുക്കേണ്ടത് ഒരു വയൽ കണ്ടീഷനാണ്. അപ്പോൾ ഈ ഒരു എക്സാമ്പിളിൽ വയൽ എക്സ്
ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 എന്നു പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്നു. അപ്പോൾ വയലിൽ കണ്ടീഷൻ കൊടുക്കുന്നത് ലൂപ്പിൻ്റെ അവസാനമാണ്. അതാണ് വയൽ ലൂപ്പും ഡു വയലും തമ്മിലുള്ള സിൻടാക്സ് വൈസ് ഉള്ള ഒരു ഡിഫറൻസ്. പിന്നെ നമ്മൾ വർക്കിംഗ് നോക്കുവാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു എക്സാമ്പിൾ നമ്മൾ വയൽ ലൂപ്പിൽ ചെയ്ത സമയത്ത് നമുക്ക് ഇത് ഒരു തവണ പോലും എക്സിക്യൂഷൻ നടന്നില്ല. കാരണം ഈ വയൽ കണ്ടീഷൻ ആദ്യം തന്നെ ഫോൾസായി മാറുന്നതാണ്. പക്ഷെ നമുക്കിവിടെ ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. അതിനിവിടെ $x എന്ന് പറയുന്നത് പ്രിൻ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതൊന്ന് ട്രൈ ചെയ്യാം. നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും, ഇവിടെ 100 എന്ന് പ്രിൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതാണ് മെയിൻലി വയൽ ലൂപ്പും ഡു വയലും തമ്മിലുള്ള വ്യത്യാസം. ഡു വയൽ ആദ്യം തന്നെ ഒരു ബ്ലോക്ക് ഓഫ് കോഡ് അറ്റ്ലീസ്റ്റ് ഒരു തവണയെങ്കിലും എക്സിക്യൂഷൻ ചെയ്യും. ആ എക്സിക്യൂഷൻ കഴിഞ്ഞതിന് ശേഷമാണ് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ അതാണ് വയൽ ലൂപ്പും ഡു വയലും തമ്മിലുള്ള വ്യത്യാസം. ഈ ഒരു കേസിൽ 100 എന്ന് പറയുന്ന വാല്യൂ 10-നേക്കാളും വലുതാണെങ്കിലും ഡു വയൽ ആദ്യമേ ഈ ഒരു ബ്ലോക്ക് ഓഫ് കോഡ് എക്സിക്യൂഷൻ ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ടാണ് 100 എന്ന് പറയുന്ന വാല്യൂ നമുക്ക് ഇവിടെ പ്രിൻ്റ് ആയിരിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഈ ഒരു ചെക്ക് ഇവിടെ നടക്കുന്നത്, കണ്ടീഷൻ ചെക്കിങ്. അപ്പോൾ അങ്ങനെ വരുന്ന കേസിൽ ഈ ഒരു കണ്ടീഷൻ ഫോൾസ് ആണ്. അപ്പോൾ അതുകൊണ്ട് നെക്സ്റ്റ് ഒരു ഐട്രേഷൻ അവിടെ നടക്കുന്നില്ല. അപ്പോൾ അതാണ് വയൽ ലൂപ്പും ഡു വയലും തമ്മിലുള്ള പ്രധാന വ്യത്യാസം. പിന്നെ നമുക്ക് അടുത്ത ലൂപ്പ് എന്ന് പറയുന്നത് ഫോർ ലൂപ്പാണ്. ഫോർ ലൂപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമുക്കൊരു ഐട്രേഷൻ എത്ര തവണ ചെയ്യണം എന്ന് നമുക്ക് മുൻകൂട്ടി അറിയുന്ന ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ ഫോർ ലൂപ്പ് യൂസ് ചെയ്യുന്നത്. ഫോർ ലൂപ്പിൻ്റെ സിൻടാക്സ് ഇങ്ങനെയാണ്. ഡോളർ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ഒരു ഇനീഷ്യലൈസിങ് വേരിയബിൾ കൊടുക്കുന്നു. ഈ ഒരു എക്സാമ്പിളിലാണെങ്കിൽ നമ്മൾ ഐ എന്ന് പറഞ്ഞാണ് കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് അതിൻ്റെ സെക്കൻഡ് പാരാമീറ്റർ അല്ലെങ്കിൽ ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് അതിൻ്റെ എൻഡ് കണ്ടീഷൻ, എവിടം വരെ ഈ ഒരു ലൂപ്പ് എക്സിക്യൂട്ട് ആവണം എന്നുള്ള കണ്ടീഷനാണ്. അത് കഴിഞ്ഞ് കൊടുക്കുന്നത് ആ ഒരു വേരിയബിൾ ഇൻക്രിമെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ, അല്ലെങ്കിൽ ഡിക്രിമെൻറ്റും നമുക്കിവിടെ കൊടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ലൂപ്പിൻ്റെ ബേസിക് സിൻടാക്സ് കംപ്ലീറ്റ് ആവുന്നതാണ്. ഇനി നമുക്ക് ഈ ഒരു $i എന്ന് പറയുന്ന വേരിയബിൾ പ്രിൻ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൽ നമുക്ക് മുൻകൂട്ടി അറിയാം, അതായത് ഈ ഒരു ലിമിറ്റ് ഇവിടം വരെ, അതായത് 10-നേക്കാളും ചെറുതോ അല്ലെങ്കിൽ അതിന് ഈക്വലോ ആയിട്ടുള്ള ഒരു വാല്യൂ വരെ വേണം നമുക്ക് ലൂപ്പ് എക്സിക്യൂഷൻ നടക്കാൻ. അപ്പോൾ അങ്ങനെയുള്ള ഒരു കേസിലാണ് ഫോർ ലൂപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും 0 മുതലാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്, 10 വരെ ഇത് എക്സിക്യൂഷൻ നടന്നിട്ടുണ്ട്. അപ്പോൾ ഇനീഷ്യൽ വാല്യൂ ആണ് നമ്മുടെ 0 എന്ന് പറയുന്നത്. പിന്നെ ഇൻക്രിമെൻ്റ് ഓപ്പറേറ്റർ വെച്ചിട്ടാണ് വാല്യൂസ് ഇൻക്രിമെൻ്റ് ആയത്. നമ്മൾ വയൽ ലൂപ്പിലൊക്കെ കൊടുത്ത പോലെ x++ എന്ന് പറഞ്ഞ് കൊടുക്കുന്നത് ഈ ഒരു സ്ഥലത്താണ് നമ്മൾ ഫോർ ലൂപ്പിൽ കൊടുക്കുന്നത്. ഇതിൽ മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് റിവേഴ്സ് ലൂപ്പ് അഥവാ നെഗറ്റീവ് ലൂപ്പ് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിന് നമ്മൾ കൊടുക്കേണ്ടത് i -- എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ആക്ച്വലി റിവേഴ്സായിട്ടാണ് ലൂപ്പിലെ വാല്യൂസ് പ്രിൻ്റായിട്ട് വരുന്നത്. അപ്പോൾ ഇതൊന്ന് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇതെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും 10 to 0, അതായത് റിവേഴ്സ് ഓർഡറിൽ പ്രിൻ്റ് ആയിരിക്കുന്നു. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഈ ഫോർ ലൂപ്പ് രണ്ട് രീതിയിൽ യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. പിന്നെ നമ്മുടെ നെക്സ്റ്റ് ലൂപ്പ് അഥവാ നാലാമത്തെ ലൂപ്പ് എന്ന് പറയുന്നത് ഫോർ ഈച്ച് ആണ്. നമ്മളിവിടെ ഒരു അറേ ഡിഫൈൻ ചെയ്യുന്നു, ഒരു അസോസിയേറ്റീവ് അറേ ഡിഫൈൻ ചെയ്യുന്നു. അപ്പോൾ അതിൽ കുറച്ച് കീസ് നമ്മളിവിടെ കൊടുക്കുന്നു. നെയിം എന്ന് പറയുന്ന ഒരു കീ, അതിലൊരു വാല്യൂ, പിന്നെ അടുത്തൊരു കീ ഏജ് എന്ന് പറയുന്ന ഒരു കീ കൊടുക്കുന്നു. അപ്പോൾ അതുകൂടാതെ മറ്റൊരു കീയും കൂടി നമുക്കിവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആക്ച്വൽ പ്രൊജക്ട്സിലൊക്കെ ഈ ഒരു ഡാറ്റ ലൂപ്പ് ചെയ്യുന്ന ഡാറ്റയൊക്കെ വരുന്നത് ചിലപ്പോൾ നമ്മുടെ ഡാറ്റാ ബേസിൽ നിന്നൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മൾ ക്വറി ചെയ്തിട്ടായിരിക്കും ഈ ഡാറ്റ എടുക്കുന്നത്.
അപ്പോൾ ഈ ഒരു എക്സാമ്പിളിൽ നമ്മൾ ഈ കൺസെപ്റ്റ് മനസ്സിലാവാനായിട്ടാണ് ഒരു സിമ്പിളായിട്ട് എക്സാമ്പിൾ കൊടുക്കുന്നത്. അപ്പോൾ ഫോർ ഈച്ചിൽ നമ്മൾ കൊടുക്കേണ്ട സിൻടാക്സ് എന്ന് പറയുന്നത്, ആദ്യം നമ്മൾ കൊടുക്കേണ്ടത് നമ്മൾ ലൂപ്പ് ചെയ്യേണ്ട അറേയാണ് കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് കൊടുക്കാവുന്നത് ആസ് എന്ന് പറയുന്ന ഒരു കീവേഡാണ്. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ 2 വേരിയബിളാണ് ശരിക്കുമുള്ളത്. ഒന്ന് കീ, നമ്മുടെ അറേയുടെ കീയും, പിന്നെ നെക്സ്റ്റ് അറേയിൽ നമുക്ക് ആക്സസ് ചെയ്യേണ്ട വാല്യൂവാണ്. അപ്പോൾ ഇതിൽ ഈ ഒരു എക്സാമ്പിൾ നമ്മൾ നോക്കുവാണെങ്കിൽ കീ എന്ന് പറയുന്നത് നെയിം, ഏജ്, ലൊക്കേഷൻ അതൊക്കെയാണ് നമ്മുടെ കീസായിട്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ കിട്ടുന്നത്. വാല്യൂസ് ആയിരിക്കും ഈ കൃഷ്ണ 28 കൊച്ചി എന്നൊക്കെ പറയുന്ന വാല്യൂസ്. ഇതിനെ നമുക്കൊന്ന് പ്രിൻ്റ് ചെയ്ത് നോക്കാം. ഇതിൽ കീ ഈക്വൽ ടു എന്ന് പറഞ്ഞ് നമുക്ക് $കീ കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ വാല്യൂ നമുക്ക് ഇവിടെ തന്നെ കൊടുക്കാൻ കഴിയുന്നതാണ്. ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ലൂപ്പ് കംപ്ലീറ്റ് ആവുന്നതാണ്. അപ്പോൾ ഇതിൽ ഈ പറഞ്ഞ പോലെ നമുക്കൊരു ++ ഓപ്പറേറ്ററൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. കാരണം അറേയുടെ ഒരു ലെങ്ത്ത് വെച്ചിട്ടാണ് എത്ര എലമെൻറ്റ്സ് ഉണ്ടോ അത്രയും എലമെൻറ്റ്സ് ഓട്ടോമാറ്റിക്കലി ഫോർ ഈച്ച് ലൂപ്പായിട്ട് വരുന്നതാണ്. അപ്പോൾ ഇതൊന്ന് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും, കീ ഈക്വൽ ടു നെയിം, വാല്യൂ ഈക്വൽ ടു കൃഷ്ണ. അപ്പോൾ അങ്ങനെ ലൂപ്പ് എക്സിക്യൂട്ടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഫോർ ഈച്ച് ലൂപ്പ്. അപ്പോൾ ഇതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഈ ലൂപ്പിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റ് മനസ്സിലാക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ ബേസിക് ഐഡിയ എന്ന് പറയുന്നത് ഒരു ബ്ലോക്ക് ഓഫ് കോഡ് റിപ്പീറ്റഡായിട്ട് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാനായിട്ടാണ് ലൂപ്പ് എന്ന് പറയുന്ന കാര്യം നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് നിങ്ങൾ സിയോ അല്ലെങ്കിൽ ജാവയോ ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലാണെങ്കിലും ഈ ഒരു കൺസെപ്റ്റ്സൊക്കെ സിമിലറാണ്. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ പഠിക്കാം.